മൈസൂര് തൊട്ട് പുറക്കാട് കടൽ വരെ നീണ്ടുകിടന്നിരുന്ന രാജവംശത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. സ്നേഹനിധിയായ ഭാര്യയും സ്വന്തമെന്ന് പറയാൻ ഒരു മകനും. തന്റെ സന്തോഷമാണ് പ്രജകളുടെയും സന്തോഷമെന്ന് കരുതിയിരുന്ന രാജാവ്. രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകൾക്കെല്ലാമായിരുന്നു. പക്ഷേ ഒന്നു മാത്രം ഉണ്ടായിരുന്നില്ല, അത് മനഃശാന്തി മാത്രമായിരുന്നു. ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ചു. ദൈവങ്ങൾക്ക് തുലാഭാരം, പിതൃക്കൾക്ക് അന്നദാനം, ഇത്രയൊക്കെ ചെയ്തിട്ടും രാജാവിന്റെ മനസ്സിന് ശാന്തി മാത്രം ലഭിച്ചില്ല. എന്നിട്ട് ഇതേ പ്രശ്നപരിഹാരത്തിനായി രാജാവ് കൊട്ടാരം ജോത്സ്യനെ സമീപിച്ചു. രാജാവ്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. എന്നാൽ വിവേകിയായ അമ്മാവനെ പോലെ നയിക്കുകയും അമ്മയെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുടെ ഉറവിടം കണ്ടെത്താതെ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കില്ല. ഇതെല്ലാം ഞാൻ എവിടുന്ന് കണ്ടെത്തും? കണ്ടെത്തണം, തനിച്ച്. രാജാവ് യാത്ര തുടങ്ങി. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. ആത്മീയ ഗുരുക്കളെ കണ്ടു. ഇത്രയൊക്കെ ചെയ്തിട്ടും രാജാവിന്റെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഭൂമിയിലുള്ള ഒരു ശക്തിക്കും തന്റെ ആവശ്യം നിറവേറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം രാജാവ് നാടുവിട്ട് കാട്ടിലേക്ക് യാത്രയായി. കാടിന്റെ മധ്യഭാഗത്ത് വെച്ച് അദ്ദേഹം ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തി. രാജാവിനെ ആ ശബ്ദം ഭയപ്പെടുത്തിയില്ല. അമ്മയുടെ വാത്സല്യവും വിവേകിയായ അമ്മാവനെയും ഓർമ്മ വന്നു. രാജാവ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. ഒടുവിൽ മുന്നിൽ കണ്ട ആ കൽരൂപത്തിൽ അദ്ദേഹം തന്റെ ആയുധം സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭക്തിപൂർവ്വം കൈകൾ കൂപ്പി. രാജാവിന്റെ മനസ്സിന് സന്തോഷമായി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ അതിരറ്റ ആ സന്തോഷം. വാത്സല്യനിധിയായ അമ്മയെ പോലെ, വിവേകിയായ അമ്മാവനെ പോലെ. എന്നാൽ എന്നെ നിങ്ങളുടെ രാജാവായി കരുതി ഈ കൽദൈവത്തെ എനിക്ക് തരണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. അവിടുന്ന് പൊറുക്കണം. വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചു, ഞങ്ങളുടെ കുലദൈവത്തെ മാത്രം ചോദിക്കരുത്. നിങ്ങളെ ഞാൻ ഭക്തിയോടെയാണ് കാണുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ പഞ്ചുരുളിയാണ് എന്റെ ഭൂമി. ഞാൻ സമാധാനവും ശാന്തിയും തരികയാണെങ്കിൽ ഈ ഊരിന് നിങ്ങൾ എന്ത് തിരിച്ചു തരും? എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം.